രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഘടനയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. സോ ആറ്റത്തിൻ്റെ ഘടനയാണ് നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആറ്റത്തിൻ്റെ ഘടന, അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന, ഇപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം അല്ലേ, ഒരു പദാർത്ഥത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. കാരണം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, ഒരു പദാർത്ഥത്തിന് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ ഒരു കണികയാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. സോ ഈ ആറ്റം എന്ന് പറയുന്ന ഈ വേർഡ് ഉണ്ടായിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ആറ്റം എന്നുണ്ടായിരിക്കുന്നത്. സോ ആ ഗ്രീക്ക് വേർഡ്, ഏത് ഗ്രീക്ക് വേർഡാണത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പേരുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വാക്ക് ഉണ്ടായിരിക്കുന്നത്. സോ എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ ഒരു കണികയാണെന്ത്? ആറ്റം എന്ന് പറയുന്നത്. സോ ഈ ആറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുറിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയില്ല അല്ലേ. സോ ആറ്റത്തിൻ്റെ പേരെന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ, പ്രത്യേകം ഓർക്കുക, രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം എന്ന് പറയുന്നത്. ഇത് വന്നിരിക്കുന്നത് ഗ്രീക്ക് പദമായിട്ടുള്ള ആറ്റമോസിൽ നിന്നാണ്. ആറ്റമോസിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ആറ്റം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. ആറ്റത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. സോ ഈ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണെന്ത്? ഓസ്റ്റ് വാൾഡ്. എന്താണ്? ഓസ്റ്റ് വാൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ, നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ചോദിച്ചാൽ എന്താണ്? ഓസ്റ്റ് വാൾഡ് ആണ്. എന്നാൽ ആദ്യമായി ഉപയോഗിച്ചത്, സോ ഓസ്റ്റ് വാൾഡ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ആളാണ്. എന്നാൽ ആദ്യമായി ആറ്റം എന്ന പദം ഉപയോഗിച്ച ആളുടെ പേരെന്താണ്? ജോൺ ഡാൾട്ടൺ. ആദ്യമായി ആറ്റം എന്ന പദം ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ അത് നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ് വാൾഡ് ആണ്. ഇനി ഒരു അറ്റോമിക സിദ്ധാന്തം നിങ്ങൾക്കറിയാം അല്ലേ. സോ ഈ അറ്റോമിക് തിയറി, അല്ലെ അറ്റോമിക് സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത്? അതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നമ്മുടെ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജോൺ ഡാൾട്ടൺ നിർദ്ദേശിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആറ്റത്തിൻ്റെ ബോർ മാതൃക. ബോർ മാതൃക. അതൊക്കെ ഓർത്ത് വയ്ക്കുക. ബോർ മാതൃക നിർദ്ദേശിച്ച വ്യക്തിയാര്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ജോൺ ഡാൾട്ടൺ ആണ്. സോ ജോൺ ഡാൾട്ടൺ ഒരു അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവുണ്ടായിരുന്നില്ല? ചില നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ചില നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ആ അസുഖത്തിന് പറയുന്ന പേരാണ് വർണ്ണാന്ധത അല്ലേ. എന്താണ്? വർണ്ണാന്ധത. ഈ വർണ്ണാന്ധതയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് സാദൃശ്യമുണ്ടല്ലേ. എന്താണിത്? ഡാൾട്ടിസം. എന്താണ്? ഡാൾട്ടനിസം. ഡാൾട്ടനിസം. സോ ജോൺ ഡാൾട്ടണ് എന്തിനുള്ള കഴിവില്ലായിരുന്നു? ചില നിറങ്ങളെ തിരിച്ചറിയാനുള്ള അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അസുഖം അറിയപ്പെട്ടത് എന്താണ്? ഡാൾട്ടനിസം എന്നാണ് നമ്മൾ പറയുന്ന വർണ്ണാന്ധത. സോ എന്താണ് ഈ അറ്റോമിക സിദ്ധാന്തം? നമ്മൾ പറഞ്ഞു അറ്റോമിക സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു, ജോൺ ഡാൾട്ടൺ ആണെന്ന് പറഞ്ഞു. സോ എന്താണ് ഈ അറ്റോമിക സിദ്ധാന്തം? അതായത് എല്ലാ പദാർത്ഥങ്ങളും എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ആറ്റം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ആറ്റം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് എന്തിന് പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയൊരു കണമാണ് അല്ലേ. ചെറിയൊരു കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. സോ ഈ ആറ്റം എന്ന് പറയുന്ന ഈ അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഏതൊരു വസ്തുവും എന്നാണ് എന്ത് പറയുന്നത്? അറ്റോമിക സിദ്ധാന്തം പറയുന്നത്. അതേപോലെ തന്നെ എന്തിനെ പറ്റില്ല? രാസപ്രവർത്തന വേളയിൽ എന്തിന് കഴിയില്ല എന്നാണ് പറയുന്നത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് എന്തിൽ പറയുന്നത്? അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ
വിഭജിക്കാൻ മാത്രമല്ല, അപ്പം അതുപോലെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ എന്ത് കഴിയില്ല? ആറ്റത്തിന് കഴിയില്ല. ഓക്കെ. സോ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ആറ്റത്തിന് കഴിയില്ല എന്ന് ആരാണ് പറഞ്ഞത്? ജോൺ ഡാൾട്ടൺ. ഏതിലാണ് പറഞ്ഞത്? അറ്റോമിക് സിദ്ധാന്തത്തിൽ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം, ഒരു മൂലകത്തിൻ്റെ ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആറ്റങ്ങളെല്ലാം എന്താണ്? ഇവിടെ നമ്മൾ സോഡിയത്തിൻ്റെ എടുക്കാം. ഈ സോഡിയത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും എന്താണ്? ഗുണത്തിലായാലും വലുപ്പത്തിലായാലും മാസിലായാലും എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും അല്ലെങ്കിൽ ആറ്റങ്ങളെല്ലാം തന്നെ എന്താണ്? ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. ഇത് ഒരു മൂലകത്തിൻ്റെ കാര്യമാണ്, അത് സെയിം മൂലകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങൾ, ഇപ്പം നമ്മൾ രണ്ട് വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ? സോ വ്യത്യസ്ത മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയുടെ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എന്താണ്? ആറ്റങ്ങൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും അല്ലേ? വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും. ഇനി അറ്റോമിക സിദ്ധാന്തം പറയുന്നത് എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം എന്ന് പറയുന്നത്. സോ ഇതാണ് എന്തിൽ പറയുന്നത്? അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്. സോ അറ്റോമിക സിദ്ധാന്തം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ ആരുടെ സംഭാവനയാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ സംഭാവനയാണ്. ജോൺ ഡാൾട്ടൻ ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഡാൾട്ടൻ ആണ്. എന്നാൽ നിർദ്ദേശിച്ച വ്യക്തി ഓസ്റ്റ് വാൾഡ് ആണ്. ഓക്കെ. സോ ഇത്രയാണ് അറ്റോമിക സിദ്ധാന്തത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ന്യൂക്ലിയസിലേക്ക് പോവാം. ഇതിലേക്ക് പോവാം? ന്യൂക്ലിയസ്. ഓക്കെ. സോ ന്യൂക്ലിയസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ ഒരു ആറ്റത്തിനെ ആറ്റത്തിനെ കാണിക്കാം. സോ ഇതാണ് ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. എന്താണത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിനെന്ത് ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജുകളുണ്ട്. സോ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവാണ്. ഇനി അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട് അല്ലേ? ഇലക്ട്രോണുകളുണ്ട്. സോ ഇലക്ട്രോണുകൾ എന്താണ്? നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവായിട്ടുള്ള എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനൊരു എന്തുണ്ട്? അപ്പോൾ നമുക്ക് വേറൊരു കളർ യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇതാണെന്ത്? നമ്മുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട് അല്ലേ? ഓക്കെ. സോ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതൊരു ആറ്റാണ്. സോ ഒരു ആറ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? പ്രോട്ടോൺ ഉണ്ട്. എന്തൊക്കെയുള്ളത്? പ്രോട്ടോൺ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. സോ ഒരു ആറ്റത്തിലുള്ള മൗലിക കണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓക്കെ. ഇനി ഈ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? നമുക്കൊരു സെല്ല് അടിച്ചാൽ തന്നെ അതിൻ്റെ ഏറ്റവും അകത്ത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ആര്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ആറ്റത്തിൻ്റെയും കേന്ദ്രഭാഗം എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൽ കാണുന്ന ആളാണ് ആര്? പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണുകളും ഏതിനകത്താണ് കാണുന്നത്? ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. സോ ഇവിടെയാണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. ഓക്കെ. സോ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിനകത്താണ് അല്ലേ? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ഇതൊക്കെ? പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും. ഓക്കെ.
സോ ഒരാറ്റത്തിൻ്റെ ഫുൾ മാസും ഒരാറ്റത്തിൻ്റെ എല്ലാ മാസും എവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്? എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് ഒരാറ്റത്തിൻ്റെ മുഴുവൻ മാസും എന്ത് ചെയ്തിരിക്കുന്നത്? ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന മാസം. കേന്ദ്രം, എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്താണ്? ന്യൂക്ലിയസ് ആണ്. സോ ആറ്റത്തിൻ്റെ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എവിടെയാണ്? ഇത്രയും ആലോചിച്ചത്. ന്യൂക്ലിയസിനകത്തുള്ള എല്ലാം എന്താണ്? ന്യൂക്ലിയസ് എല്ലാം എന്താണ്? പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് മുഴുവൻ എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ്. ഓക്കെ. ഇനി ന്യൂക്ലിയസ്, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? എല്ലാ പോസിറ്റീവ് ചാർജും എവിടെയാണ് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്? ന്യൂക്ലിയസിനകത്താണ് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. സോ ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ചാർജും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. ഇനി ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 10⁵ ആണ്. ഓക്കെ, 10⁵ വലിപ്പമുണ്ട് എന്തിന്? ആറ്റത്തിന്. സോ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന് 10⁵ ഇരട്ടി വലിപ്പമുണ്ട് കേട്ടോ. അത് ആലോചിക്കണം. 10⁵ ഇരട്ടി വലിപ്പമുണ്ട് എന്തിന്? ആറ്റത്തിന്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം, നമുക്കറിയാം ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഘടകങ്ങളാണ് ആരൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ? പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാനുള്ളത്, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. നമുക്കിവിടെ എഴുതാം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും, തെറ്റിപ്പോവരുത്, പ്രോട്ടോണും ഇലക്ട്രോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവരുടെ എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. സോ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂക്ലിയസിനെക്കാട്ടും 10⁵ ഇരട്ടി വലിപ്പമുണ്ട് ആറ്റത്തിന്. ന്യൂക്ലിയസിനകത്തിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എന്താണ്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? ഓക്കെ. ഇനി ഒരാറ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം ആറ്റം വൈദ്യുതപരമായി എന്താണ്? നിർവീര്യമാണല്ലേ? ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി ആറ്റം നമുക്കിങ്ങനെ എഴുതാം. ആറ്റം വൈദ്യുതപരമായി എന്താണ്? നിർവീര്യമാണ്. കാരണം എന്താ? കാരണം വേറെ ഒന്നുമല്ല, ഒരാറ്റത്തിലെ പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്താണ്? തുല്യമാണ്. ഓക്കെ. സോ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് നേരെ അടുത്തത് ഇലക്ട്രോണിലേക്ക് പോകാം. സോ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും എന്താണ്? തുല്യമായിരിക്കും. അത് മറന്നു പോകരുത്. ഓക്കെ. സോ അടുത്തതാണെന്ത്? ഇലക്ട്രോൺ. ഓക്കെ. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ, അതായത് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ ഘടകം ഏതാണ്? അല്ലെ ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇനി രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ആരാണ്? ഇലക്ട്രോണുകളാണ്. ഇനി ഈ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ ഒരു പ്രത്യേക പാതയുണ്ടല്ലേ? ഇവിടെ വരച്ചിരിക്കുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. അല്ലെങ്കിൽ ഒരു സഞ്ചാര പാതയുണ്ട്. ഇതിലൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. സോ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റിയാണ് ആര് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. ഓക്കെ. അതായത് സൂര്യന് ചുറ്റും, സണ്ണിന് ചുറ്റും നമ്മൾ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയാണ് എന്ത് കറങ്ങുന്നത്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? ഓക്കെ. സോ അപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകൾ സണ്ണിന് നമ്മുടെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ ന്യൂക്ലിയസിനെ ഇലക്ട്രോണുകൾ ചുറ്റുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മാതൃകയാണ് ഇത്? സൗരയൂഥ മാതൃക. ഏതാണ്? സൗരയൂഥ മാതൃക. അതായത് സണ്ണിന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കറങ്ങുന്നത് എന്നാണ് പറയുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എന്ന് പറയുന്ന മാതൃകയാണിത്, സൗരയൂഥ മാതൃക. ഇനി ഈ ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോണിയാണ് എന്ത് പേര് നൽകിയത്? ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരാണ്? സ്റ്റോണിയാണ്. ഓക്കെ.
ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം. അടുത്താണ് ഇത് പ്രോട്ടോൺ. ഏതാണ്? പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? പ്രോട്ടോൺ. ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് എന്തൊക്കെ വിളിക്കാം? ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, അല്ലെങ്കിൽ നമുക്ക് ആറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് ഏതാണ്? പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് ഏതാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ്. ഏതിൻ്റെ മാസാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് എന്തിന് തുല്യമായത്? പ്രോട്ടോണിന് തുല്യമായത്. ഓക്കെ. ഇനി ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങൾ, അതായത് പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡാണ്. ആരാണ്? റൂദർഫോർഡാണ് എന്ത് കണ്ടെത്തിയത്? ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൻ്റെ ഘടകമാണ് അല്ലേ? ഇനി ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്, പക്ഷേ ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? ചാർജ് ഇല്ല. എന്താണ്? ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഏറ്റവും ഭാരം കൂടിയ, നമുക്ക് ഭാരം കുറഞ്ഞത് ഏതായിരുന്നു? ഇലക്ട്രോൺ ആണ്. ഭാരം കൂടിയ കണം ഏതാണ്? ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ഇത് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൽ ആറ്റത്തിനകത്ത് ചാർജൊന്നും ഇല്ലാത്തൊരു കണമുണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി തെളിയിച്ചൊരു ശാസ്ത്രജ്ഞനുണ്ട്. അയാളുടെ പേരാണ് എന്ത്? ജെയിംസ് ചാഡ്വിക്. ഓക്കെ. അതെങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? ബെറിലിയത്തിൻ്റെ നേർത്ത തകിടിൽ കിരണങ്ങളെ ശക്തമായി ഇടിപ്പിച്ചാണ് എക്സ്റേ കിരണങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തമായി ഇടിപ്പിച്ചാണ് അവരെന്ത് കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ ആറ്റത്തിനകത്ത് എന്തുണ്ടെന്ന് കണ്ടുപിടിച്ചത്? ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഇനി ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ എന്ന് പറയണം. ഏതാണ്? ഹൈഡ്രജൻ ആണ് എന്ന് പറയണം. സോ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, അതിൻ്റെ മാസ് ആർക്ക് തുല്യമാണെന്നാണ് പറഞ്ഞത്? ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഹൈഡ്രജൻ മൂലകത്തിൻ്റെ മാസ് 1.67262 × 10⁻⁻27. ഓക്കെ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതിൻ്റെ മാസ് 9.10939 × 10⁻31 kg. ഓക്കെ. ഇനി ന്യൂട്രോൺ ആണെങ്കിലോ ചാർജ് ഒന്നും ഇല്ലാത്ത